പക്ഷേ ഈ കേസിലേക്ക് ദിലീപിനെ വലിച്ചോണ്ടിടാൻ പോലീസുകാർക്ക് ഒരു മടി ഉണ്ടാവേണ്ട കാര്യമില്ല. കാര്യം ഇതേ പോലീസുകാർ 4 പേര് കൊല്ലാൻ ശ്രമിച്ചു എന്ന് ദിലീപ് കള്ളക്കഥയുണ്ടാക്കി. പോലീസുകാരുടെ പ്രശ്നം എന്താ പറയുക, നമ്മൾ പറഞ്ഞിരിക്കണം. പോലീസുകാരുടെ പ്രശ്നം ഡീഫോൾട്ട് ആയിട്ട് ആണ് തെറ്റുകാരനാണ്, സ്ത്രീ പറയുന്നതെല്ലാം ശരിയാണ്. ഈ ഒരു മനോഭാവത്തോടു കൂടിയാ പോണേ. പോലീസ് അത് പോകുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് ബയസാണ്, 2 പോലീസിന് സേഫ് അതാണ്. കാര്യം നാളെ ആണിനോട് ഒരു അനീതി കാണിച്ച് അവനൊരു 3 ആഴ്ച ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും ഒരു ദണ്ണവും ഇല്ല, ഇവിടെ ആർക്കും ഒരു വിഷമവും ഇല്ല. പക്ഷെ സ്ത്രീക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ വനിതകളും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ അല്ലെങ്കിൽ വനിതാ മാധ്യമങ്ങളും ഒക്കെ ഇറങ്ങിച്ചാടി വരും. അവിടെയാണ് ഹണി റോസ്, ഈ ചാനലാണ്ട് പേര് പറയുന്നത്, മുഖ്യധാര നമ്മുടെ നമ്മുടെ മനോരമ അടക്കമുള്ള കേരളത്തിലെ മുഖ്യധാര ചാനലുകൾ നേരെ ജോവേ ജോണി ലൂക്കോസ് സാറിനോടൊക്കെ ഇരുന്ന് പറഞ്ഞു, ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്തത് തന്നെ. ഹണി റോസ് വേറെ ഒന്നും ആലോചിക്കണ്ട. ഹണി റോസിനോടൊപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, കേരളത്തിലെ 99% മാധ്യമങ്ങളും ഉണ്ടായിരുന്നു, യുവജന കമ്മീഷൻ ഉണ്ടായിരുന്നു, വനിതാ കമ്മീഷൻ ഉണ്ടായിരുന്നു, DGP ഉണ്ടായിരുന്നു, പോലീസുകാരുണ്ടായിരുന്നു. എന്നിട്ടും രാഹുൽ ഈശ്വറും അജിത് കുമാറും ഈ വിരലെണ്ണാവുന്ന പുരുഷന്മാർ പറയുന്ന അഭിപ്രായത്തിനല്ലേ മേൽക്കൈ കിട്ടിയത്. ഹണി റോസിന്റെ അടക്കമുള്ളതിന്റെ കമന്റ് വെറുതെ എടുത്തു നോക്കിയാൽ 99% അല്ലെങ്കിൽ 90% ഹണി റോസിന് അനുകൂലമായ കമന്റുകളല്ല. അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടെന്നല്ല.